ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടീനെയും കൊണ്ട് അവിടെ ചെന്ന്, അതേസമയം ഒബ്സർവേഷനിൽ വന്ന് അവര് നോക്കുകയോ ആ കുട്ടിയുടെ അവസ്ഥ എന്താന്ന് പോലും അവര് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. യാതൊരു തര ഒരു മോന് വേണ്ടിയിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. ആ ഹോസ്പിറ്റലിന്റെ അനാസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടറുടെ അത്രയും ഒരു കുട്ടീനോട് കാണിച്ചത് അനാസ്ഥയാണ് അവിടെ കണ്ടത്. ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടീന്റെ വയറ് പിടിച്ചു നോക്കിയപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് അപ്പൻഡിസൈറ്റിസ് ആണ്. ഞങ്ങൾ അപ്പൻഡിക്സ് കാണിച്ചു തന്നു. പൊട്ടിപ്പോയായിരുന്നു. വയറിൽ മുഴുവൻ കുടലിന്റെ അടുത്തോടെയും വയറിലും എല്ലാം ഈ കരളിന്റെ സൈഡിൽ വരെ ഇൻഫെക്ഷൻ ആയിപ്പോയി. നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന പരാതി. കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ 9 വയസ്സുകാരന്റെ രക്ഷിതാക്കളാണ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരായിക്കൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അപ്പൻഡിറ്റിസിന്റെ പ്രശ്നവുമായി വന്ന തങ്ങളുടെ മകന് വേണ്ട ചികിത്സ കിട്ടിയില്ല എന്നുള്ളതും ഇത് പിന്നീട് മകന്റെ അവസ്ഥ ഗുരുതരമാകുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതുമാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ഞങ്ങള് 19-ാം തീയതി രാത്രി 10-ഓടുകൂടി മോനെ ഞങ്ങള് മെഡിക്കൽ കോളേജിൽ അതികഠിനമായ വയറുവേദനയെ തുടർന്ന് അവിടെ എത്തിച്ചിരുന്നു. അത് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടിയെ ഞങ്ങൾ അവിടെ എത്തിച്ചത്. നേരെ ചെന്നത് ഞങ്ങൾ കാഷ്വാലിറ്റിയിലേക്കാണ്. അവിടെ 2 ഡോക്ടേഴ്സാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന ഉടനെ ഞങ്ങളോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വയറുവേദനയാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ചോദിച്ചത് ഫുഡ് എന്താണ് കഴിച്ച കുട്ടി എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞങ്ങൾ സാധാരണ വീട്ടിലുള്ള ഫുഡാണ്. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തലേന്നൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അവർക്ക് ബിരിയാണി ഒക്കെ ആയിട്ടാണ് കഴിച്ചത്. അപ്പൊ അത് പറഞ്ഞു. അപ്പോ ഞങ്ങളോട് പറഞ്ഞ ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവര് ഒരു 2 മരുന്ന്, വേറെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു കുട്ടിക്ക്. തലേ ദിവസം വോമിറ്റിങ്ങും ഈ കൊണ്ടുവന്ന സമയത്ത് ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. അപ്പോ അവരോട് അത് പറഞ്ഞപ്പോ അത് ഗ്യാസ് ആണ്, ഇനി നമുക്ക് 2 ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞ് ഒരു പാൻഡോക് 14 ഇഞ്ചക്ഷനും ഒരു സൈക്ലോപാം പോലത്തെ ഒരു പെയിൻ കില്ലർ ആയിട്ട് ഒരു ഇഞ്ചക്ഷനുമാണ് അവരോട് അവിടെ എടുത്തു തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളോട് അരമണിക്കൂറിന് ശേഷം വേദന കുറഞ്ഞാ വന്ന് പറയാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് ഞാൻ 2ാമതും പോയി അവരോട് പറഞ്ഞപ്പോൾ അവരത് പറഞ്ഞത് 1 മണിക്കൂർ വരെയാണ് ആ മരുന്നിന്റെ ഇതുള്ളത്, അതുവരെ നമ്മള് നിക്ക്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു. ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടീനെയും കൊണ്ട് അവിടെ ചെന്ന്, അതേസമയം ഒബ്സർവേഷനിൽ വന്ന് അവര് നോക്കുകയോ ആ കുട്ടിയുടെ അവസ്ഥ എന്താന്ന് പോലും അവര് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടേക്ക് കുട്ടീനെ എടുത്തു കൊണ്ടുപോയിട്ടാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നിരുന്നിട്ടും അവരുടെ കുട്ടീന്റെ വയറ് കിടത്തി പരിശോധന ഒന്നും നടത്തിയില്ല. അപ്പൊ അവിടെ കൊണ്ട് ഞങ്ങൾ സ്കാൻ ചെയ്ത് ഇറങ്ങിയതിന് ശേഷം അവര് റിപ്പോർട്ട് തന്നത് നോ സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞ ഒരു സ്കാനിങ്ങിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് സ്കാനിങ്ങിന്റെ മെഷീന്റെ കുഴപ്പമാണോ ചെയ്ത ആളെ കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങള് OPയിൽ വന്ന് കാഷ്വാലിറ്റി OPയിൽ വന്ന് കാണിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് ഗ്യാസ് ആണ്, നിങ്ങൾ തിരിച്ച് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ 2 മെഡിസിൻ തരാം, വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ച സമയത്ത് ഇവരോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഗ്യാസ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു പെനിസിൻ എന്താണ് ഇത്ര വേദന എന്ന് ചോദിച്ചപ്പോൾ അത് കായൽ വീക്കാണ്, കായൽ കൊളുത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത് ഇറങ്ങിയതാണ്. അത് ചില കേസുകൾക്ക് കുട്ടികൾക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നാൽ അങ്ങനെ ഉണ്ടാവും, അതല്ലാതെ വേറെ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവന് സ്കിന്ന് മുന്നോട്ട് നിൽക്കുന്നുണ്ട്, അത് കട്ട് ചെയ്യാതെ ഇൻഫെക്ഷൻ വന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, തിങ്കളാഴ്ച വന്ന് OPയിൽ സർജറിയിൽ കാണിക്കുക, എന്നിട്ട് അവരോട് അത് തീരുമാനിച്ചാൽ സ്കിന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ആ 3 മണിക്ക് അവിടുന്ന് തിരിച്ചു പോരുവാണ്. അപ്പൊ കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ തിരിച്ചു പോരുന്ന സമയത്തും കുട്ടിക്ക് വേദന മാറിയില്ല. ഞങ്ങൾ എടുത്തോണ്ടാണ് അവിടുന്ന് പോരുന്നത്. യാതൊരു തര ഒരു മോന് വേണ്ടിയിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. ആ ഹോസ്പിറ്റലിന്റെ അനാസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടറുടെ അത്രയും ഒരു കുട്ടീനോട് കാണിച്ചത് അനാസ്ഥയാണ് അവിടെ കണ്ടത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇവര് പറഞ്ഞ പ്രകാരം ഞങ്ങൾ 2 നേരം മരുന്ന് കൊടുത്തു. ഇത് മാറി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിന് അത്ര വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അത് മാറി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് രാവിലത്തെ മരുന്നും കൊടുത്തു, ഉച്ചയ്ക്കത്തെ മരുന്നും കൊടുത്തപ്പോഴേ കുട്ടി അപ്പോഴേക്ക് അവശതയായി തുടങ്ങി. കുട്ടിക്ക് ഒരു കുറവും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ വിജയകുമാർ ഡോക്ടറെ കുന്നമംഗലത്ത് കണ്ടത്. ഡോക്ടർ ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടീന്റെ വയറ് പിടിച്ചു നോക്കിയപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അറിയാനുള്ളത് അത് പൊട്ടിയിട്ടുണ്ടെന്ന് മാത്രമുള്ളായിരുന്നു. വേഗം ഞങ്ങളോട് CBC ചെക്ക് ചെയ്യാൻ പറഞ്ഞു. CBC ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി കുട്ടിക്ക് ഫുൾ ഇൻഫെക്ഷൻ ആണ്.
സാധാരണ നമുക്ക് 4,000 തൊട്ട് 11,000 വരെയാണ് നമുക്ക് കൗണ്ട് വേണ്ടത്. ഇവര് വന്നിരിക്കുന്നത് 7,000 ആണ് കൂടുതലായിട്ട് കണ്ടേക്കുന്നത്. അപ്പൊ അത്രയും 6,000 ചില്ലറയാണ് അവരതിനകത്ത് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ RBC കൗണ്ട് എല്ലാം, ബ്ലഡിന്റെ കൗണ്ട് കുറവ്. ഇവര് ഇതൊന്നും ചെയ്തിട്ടില്ല. ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ അന്നേരം പറഞ്ഞു ഇത് പൊട്ടിയിട്ടുണ്ട്, സ്പ്രെഡ് ആയി തുടങ്ങി, എത്രയും പെട്ടെന്ന് കുട്ടിക്ക് ഇത് സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് കുട്ടീനെ ഓപ്പറേഷൻ ചെയ്തില്ലേ കുട്ടീനെ കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചു, കുറെ ഡോക്ടർമാരെ വിളിച്ചു, ഡോക്ടർ കിട്ടിയില്ല. എന്നിട്ട് നൂറുദ്ദീൻ ഡോക്ടർ വിളിച്ച്, സാറ് പുറത്തായിരുന്നു, എവിടെയായിരുന്നു, സാറോട് അത്രയും കേസ് പറഞ്ഞിട്ടാണ് ആ സാറ് ഈ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ എല്ലാ ഇതും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആ കുട്ടീനെ രക്ഷപ്പെടുത്തുന്നത്. ആ സർജറി 10:30 സാറ് എത്തി. 11 മണിയായപ്പോ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. എത്രയോ ഒരു 1.5 മണിക്കൂറിനോട് ഞങ്ങൾക്ക് അല്ലെ അത്ര ആയിട്ടുണ്ടാവും, സമയം ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ ആ സർജറി ചെയ്ത് ഇറക്കി. ഞങ്ങൾ അപ്പൻഡിക്സ് കാണിച്ചു തന്നു, പൊട്ടിപ്പോയായിരുന്നു. വയറിൽ മുഴുവൻ കുടലിന്റെ അടുത്തോടെയും വയറിലും എല്ലാം ഈ കരളിന്റെ സൈഡിൽ വരെ ഇൻഫെക്ഷൻ ആയിപ്പോയി, പഴുപ്പായിപ്പോയി. അതിനാണ് ഒരു സ്ഥലത്ത് ഈ ട്രെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, റൈസ് ടു പോലത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത്രയും ഇൻഫെക്ഷൻ അവന് വയറ്റിലായി പോയതുകൊണ്ടാ. സാധാരണ ഒരു ലാപ്രോസ്കോപ്പി സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മാത്രം ഇവിടെ നിന്നിട്ട് പിറ്റേന്ന് നമുക്ക് തിരിച്ചു പോകാം. ഇതങ്ങനെയല്ല, അവൻ അത്രയും ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് ഡോക്ടർ 5 ദിവസം ആന്റിബയോട്ടിക് കൊടുത്ത്. ഇനിയിപ്പോ എത്ര ദിവസം വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്രയും നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടീന്റെ അവസ്ഥ റിക്കവർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നോണ്ടിരിക്കുന്നു. ഒന്നും വെള്ളം പോലും കൊടുക്കാനായിട്ടില്ല. ഇന്ന് കുറേശ്ശെ ഒരു തുള്ളി വെള്ളം എന്തെങ്കിലും കൊടുത്തോളാൻ ഇന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഇന്ന് കൊടുത്തിട്ട് വോമിറ്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളത് അത് നേരെ ആയിട്ടില്ല. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കുട്ടീനെ തിരിച്ചു കിട്ടിയത്. ഇതേ സമയം ഇവര് തന്ന മരുന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ മരുന്ന് കഴിച്ച് കുട്ടിരിക്കും. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കുട്ടി ഉണ്ടാവില്ല. അത്രത്തോളം അനാസ്ഥ കാണിച്ച ഡോക്ടേഴ്സിനെതിരെ അവരെ പറഞ്ഞു വിടാനോ അങ്ങനത്തിനൊന്നുമല്ല ഞങ്ങൾക്ക്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാരെ ഒരു കാഷ്വാലിറ്റി പോലെയുള്ള അത്ര അത്യാഹിത വിഭാഗത്തിലാക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മുതിർന്ന ഡോക്ടർമാർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നതനുസരിച്ച് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വളരെ കഠിനമായ വയറുവേദന കാരണം കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃ ശിശു പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. വേദന കൊണ്ട് പുളയുകയായിരുന്ന കുട്ടിയുടെ അവസ്ഥ എത്രയൊക്കെ പറഞ്ഞിട്ടും അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 2 ജൂനിയർ ഡോക്ടർമാർ അവർ വേണ്ട ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം. കുട്ടിയുടെ വയറുവേദന കേവലം ഗ്യാസ് ട്രബിൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള മരുന്ന് എന്ന് തങ്ങളെ പറഞ്ഞു വിടുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. എത്രയൊക്കെ പറഞ്ഞിട്ടും അവർ അപ്പൻഡിറ്റിസിന്റെ പ്രശ്നമാണോ എന്നുള്ളത് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തുടർന്ന് വീട്ടിലെത്തിയതിനു ശേഷം ശനിയാഴ്ചയും കുട്ടിയുടെ രോഗം ഭേദമാകാതിരുന്നതിനെ തുടർന്ന് കുട്ടിയുടെ സ്ഥിതി വഷളായതിനെ തുടർന്ന് മറ്റൊരു ഡോക്ടറെ കാണിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സ്കാനിങ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അപ്പൻഡിറ്റിസ് പൊട്ടി വയറിനകത്താകെ പഴുപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് കൊടുവള്ളിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് കുട്ടിയെ വിധേയനാക്കുകയും ചെയ്തതെന്നുള്ളതാണ്. എന്തൊക്കെയായാലും കുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത്. കുടുംബം പറയുന്നത് വളരെ ഗുരുതരമായ ഒരു രോഗവുമായി വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന പോലും തങ്ങൾക്ക് ലഭിച്ചില്ല, തങ്ങളുടെ മകൻ ലഭിച്ചില്ല എന്നുള്ളതാണ്. തങ്ങളുടെ മകന്റെ അവസ്ഥ കണ്ടിട്ട് പോലും അത് ഇത്തരത്തിൽ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പോലും ഡോക്ടർമാർ തുനിഞ്ഞില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്നുള്ളതാണ് കുടുംബം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്.